ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള ഉഴുന്നുവട ഇല്ലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചീരുള്ളി വേണം, പിന്നെ വേണ്ട ഇഞ്ചി വേണം, കറി ലീവ്സ്, വെളുത്തുള്ളി, മുളക്, ഈ ഐറ്റംസ് എല്ലാം വേണം. ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉഴുന്ന് പരിപ്പില്ല, അത് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഒരു 4 hour ആയിട്ടുണ്ടാവും. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് ശേഷം മിക്സിൻ്റെ ജാറില്ലേ, ചെറിയ ജാറ്, അത് മിക്സിൻ്റെ ജാറിൽ കുറച്ചായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. എന്നെങ്കിലേ അരയോ. ഫസ്റ്റത്തെ അരവിൽ കുറച്ച് അരവ് കുറവായിരുന്നു. പിന്നത്തെ 2 പ്രാവശ്യം അരച്ചതിൽ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് കൂടുതൽ ആവാനും പാടില്ല, വെള്ളം കുറച്ച് കുറയാനും പാടില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഞാൻ 3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തു. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഐറ്റംസ് എല്ലാം ചോപ്പർ യൂസ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാം ചീരുള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്, ഇതെല്ലാം ഇതിലും അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം. മുളക്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചില്ലേ ചോപ്പറിൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റൗവിൽ ഇത് വേവിക്കാൻ വേണ്ട പാത്രം സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായതിന് ശേഷം എണ്ണയിൽ ഉഴുന്നുവടൻ്റെ ഷേപ്പിൽ വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കരുത്, കുറഞ്ഞൊരു സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. അധികം സിമ്മല്ല, കുറഞ്ഞൊരു, അങ്ങനെ ആകുമ്പോഴോ എണ്ണയിൽ വേവുള്ളൂ. അതുകൊണ്ടാണ്. ഇതിന് കുറച്ചും കൂടി കളർ ചേഞ്ച് വന്നതിന് ശേഷം, ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിന് എടുത്ത് മാറ്റാം. അങ്ങനെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായം അറിയിക്കും വേണേ കമൻ്റായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.